യുവവാണി. പ്രിയ ശ്രോതാക്കളെ, കരിയർ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമുള്ള ഏതൊരാൾക്കും സൗജന്യമായി ഈ സേവനം നൽകുന്ന ക്യുസാറ്റ് എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി ചീഫ് കൃഷ്ണകുമാർ എസുമായുള്ള സംഭാഷണം കഴിഞ്ഞ യുവവാണിയിൽ നിങ്ങൾ കേട്ടുകാണുമല്ലോ. ആ പരിപാടിയുടെ തുടർഭാഗമാണിന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏതൊരു കോഴ്സിന് ചേരുന്നതിന് മുൻപും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. പരിപാടി തുടരാം. ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്ന് കരുതി ആരും നിരാശരാകേണ്ട കാര്യമില്ല. പരീക്ഷയ്ക്കുള്ള മാർക്ക് മാത്രമല്ല ഈ മിടുക്കിനുള്ളൊരു മാനദണ്ഡം എന്നുള്ള ഒരു കാര്യം കുട്ടികളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കുട്ടികൾ മാത്രമല്ല, നമ്മുടെ ചെറുപ്പക്കാരും ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ഒരു ജോലി തേടുന്ന ഒരാൾ എനിക്ക് PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുന്നില്ല എന്നൊരു പരാതി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു പരീക്ഷ എഴുതി ഒരു റാങ്ക് ലിസ്റ്റിൽ വരുന്നതിനേക്കാളുപരി അയാൾ മിടുക്ക് കാണിക്കുന്ന അയാൾ സ്വന്തമായി ഒരു സ്ഥാപനം, അതായത് ഒരു സ്വയം തൊഴിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് ആ മേഖലയിൽ വിജയിക്കാനും ഉയർന്നു പോകാനും സാധിക്കും. അപ്പം ചില വ്യക്തികൾ ജന്മനാ തന്നെ ഇങ്ങനെയുള്ള കഴിവുകളോടുകൂടി ജനിച്ച ആൾക്കാരാണ്. അപ്പോൾ ആ കഴിവാണ്, അതാണ് അഭിരുചി എന്ന് പറയുന്നത്. അഭിരുചിയും താല്പര്യവും അത് കണ്ടെത്തുക. അപ്പോൾ ചിലപ്പോൾ അയാൾക്ക് ഒരു മത്സര പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് നേടി ജോലിയിൽ എത്താനാവില്ല അദ്ദേഹത്തിന് പറ്റുന്നത് ഇത്തരത്തിൽ ഒരു സ്വന്തമായി, അതായത് ഭാവിയെ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം പുറത്തിറങ്ങി ആ ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്ത് ആ ഉൽപ്പന്നം കൊണ്ട് ജനം അല്ലെങ്കിൽ പൊതുജനം ഉപകാരപ്രദമാക്കുന്നത് അത് മുൻകൂട്ടി കാണാൻ കഴിയുന്ന വ്യക്തിക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെയും ഈ എംപ്ലോയ്മെന്റ് ബ്യൂറോ വേണ്ട രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില വ്യക്തികൾ, കൊച്ചൗസർ ചിറ്റിലപ്പള്ളിയാണ് അതിന് ഉദാഹരണം. അദ്ദേഹം ശരിക്കും മാർക്കറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിട്ട് അറിയാവുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇത്രയും വളർന്നു വന്നത്. അപ്പം ഇത്തരത്തിൽ ബിസിനസ് നടന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തി പിന്നെ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ച അയാൾ വിജയിക്കില്ല. അതായത് 10 മണി മുതൽ 4 മണി വരെ ഒരാളുടെ കീഴെ ഇരുന്ന് ജോലി ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ഒരാളുണ്ട്. പക്ഷെ അയാൾ സ്വന്തമായിട്ടൊരു കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒരു സംഗതി. BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ക്ലർക്കായിട്ട് ജോലി നേടി വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് ആ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ അത് ഇട്ടിട്ട് പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിരുചിയും പിന്നെ താല്പര്യവും മറ്റൊരു മേഖലയിലാണ്. ഈ സർക്കാർ ഓഫീസുകളിൽ മിക്കവാറും എല്ലാ ഓഫീസും ക്ലർക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ സമാനമായ ജോലി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോൾ ഒരു നേഴ്സായിട്ട് ജോലിക്ക് പോയി, ഒരു കുട്ടി നേഴ്സായിട്ട് ചെല്ലുക. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ നേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മളെ ചേട്ടാ, ചേച്ചി, അച്ഛ, അമ്മ എന്നൊക്കെ വിളിച്ച് അവരുടെ സ്വന്തം അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരനോ ചേച്ചിയോ ഒക്കെ ആയിട്ടാണ് അവർ കാണുന്നത്, അല്ലെ? അപ്പോൾ നമ്മൾ അങ്ങനെ അവരോട് സംസാരിച്ച് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പനിയൊക്കെ ആയിട്ട് എന്നാൽ പനിയൊക്കെ പാതിയോളം മാറും. നമ്മുടെ ഇൻഹറന്റ്ലി അവർക്ക് ആ ഒരു സാന്ത്വനം തരാനുള്ള അതാണ്. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഒരിക്കലും നേഴ്സാകാൻ പറ്റില്ല. ഈ ഒരു കഴിവുള്ളവർ ഇതൊക്കെ തിരിച്ചറിഞ്ഞ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആ കുട്ടിയുടെ പെരുമാറ്റത്തിലൊക്കെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള കുട്ടികളാണെങ്കിൽ ഇപ്പം ഞങ്ങൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയും, വീട്ടിലും വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ സാറേ ഇവളാണ് വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ മരുന്നൊക്കെ എടുത്ത് കൃത്യമായി കൊടുക്കണത്, അതുപോലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ അച്ഛൻ്റെ അടുത്ത് പോയിട്ടേ പോരുള്ളൂ. അങ്ങനെയൊക്കെ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടി ജന്മന ആ ഒരു സ്വഭാവമുള്ള ആളാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ അധികം സംസാരിക്കാത്ത ആൾക്കാർ ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ആരോടും മിണ്ടാതെ സ്കൂളിൽ വന്നു, 4 മണി വരെ പഠിച്ചു, 4 മണിക്ക് നേരെ ആരോടും മിണ്ടാതെ വീട്ടിൽ പോകുന്നു. ഇവരെ നമ്മൾ കളിയാക്കുക, എടാ നീ ആദ്യം മിണ്ടാത്ത ആളാണെന്ന്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ജോലികൾ ഇവിടെയുണ്ട്. എഴുത്തുകാരനാകുക, സയന്റിസ്റ്റ് ആകുക, അതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്കൂളിലേക്ക് വരുന്ന വഴി സർവ്വ മാവേലും കല്ലെറിഞ്ഞു, പിന്നെ പോകുന്നവരോടൊക്കെ തോണ്ടി വർത്താനം പറഞ്ഞു. ക്ലാസ്സിൽ വന്നാലും സർവ്വ ആൾക്കാരെ തോണ്ടിയിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. സോഷ്യൽ എന്ന് പറയുന്ന വിഭാഗം. ഇങ്ങനെയുള്ള ആൾക്കാർ അഭിഭാഷകനാകുക, അതുപോലെ തന്നെ സോഷ്യൽ വർക്കർ ആകുക, ഒരു പരിധി വരെ ടീച്ചർമാരാകുക, അധ്യാപകരാകുക. അതിനുകൂടെ വേറെ മറ്റു പല സ്കില്ലുകളും വേണം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതാണ് ഞാൻ പറയുന്നത്, ഓരോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും അല്ലെങ്കിൽ ഓരോ സ്വഭാവ വൈശിഷ്ട്യമുള്ള ആൾക്കാർക്കും ഇണങ്ങുന്ന തൊഴിലുകൾ തേടി വേണം. അദ്ദേഹത്തിന്റെ അഭിരുചിയും താല്പര്യവും അതാണ്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായി. അത് കണ്ടെത്താതെയാണ് പല മാതാപിതാക്കളും അല്ലെങ്കിൽ കൂട്ടുകാരുടെയൊക്കെ പ്രഷർ കൊണ്ട് കുട്ടികൾ പല കോഴ്സുകൾക്കും ചേരുകയും അവർ ആ ലക്ഷ്യത്തിലെത്താതെ അല്ലെങ്കിൽ ജീവിത വിജയം നേടാതെയും പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതാണ്. അപ്പോൾ ഒരു ചെറിയ കുട്ടി ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മുതൽ തുടങ്ങേണ്ട ഒരു പ്രോസസ്സാണ് ഈ കരിയർ എന്ന് പറയുന്ന ഗൈഡൻസ് നേടി നമ്മൾ ആക്ഷൻ പ്ലാൻ എടുക്കുക എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ വിദ്യാർത്ഥി തന്നെയാണ് അവൻ്റെ കഴിവുകളും കഴിവുകേടുകളും തിരിച്ചറിയേണ്ടത്.
അവൻ തന്നെ സ്വയം കഴിവുകേടും തിരിച്ചറിയുക. രണ്ടാമത്, ഈ കുട്ടികളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവന്റെ താല്പര്യവും അതുപോലെ അവന്റെ സ്വഭാവവും ഒക്കെ അറിയാവുന്നത് മാതാപിതാക്കൾക്കായിരിക്കും, പ്രത്യേകിച്ചും അവന്റെ അമ്മയ്ക്കായിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഈ കുട്ടിയെ പല കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കാനാവും. പിന്നെ തൊട്ടടുത്ത സ്ഥാനം കൊടുക്കുന്നത് അധ്യാപകരാണ്. ഈ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ അധ്യാപകരുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിദ്യാർത്ഥിയുടെ വൈജ്ഞാനികമായ കഴിവ്, അതുപോലെ അവന്റെ വ്യക്തിത്വം, അതുപോലെ അവന്റെ പെരുമാറ്റം, ഇതൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അധ്യാപകർക്കായിരിക്കും. അപ്പോൾ ഈ അധ്യാപകനും ഈ മാതാവ് അല്ലെങ്കിൽ മാതാപിതാക്കളും പിന്നെ വിദ്യാർത്ഥി, ഇവർ 3 പേരും നിരന്തരമായി ഈ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. ചർച്ച ചെയ്യണം. അവർ തുറന്ന മനസ്സോടുകൂടി, അതായത് മാതാപിതാക്കൾ തീർച്ചയായും കുട്ടിയുടെ അധ്യാപകരെ പോയി കാണുകയും വെറുതെ കണ്ടുപോരുന്നതിന് പകരം കുട്ടിയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, കരിയറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവന്റെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കുക, അവന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കുക, അവന്റെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ചർച്ച ചെയ്ത് ഈ 3 പേരും കൂടി ആലോചിച്ച് വേണം. അതായത് ഈ അഭിരുചി തേടി നമ്മൾ പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഈ 3 പേരും കൂടെ വിചാരിച്ചാൽ കൃത്യമായി ഒരു 16 വയസ്സൊക്കെ ആകുന്ന, അല്ലെങ്കിൽ നമ്മളൊരു 10ാം ക്ലാസ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു +2 ഒക്കെ ആകുമ്പോഴത്തേക്കും കൃത്യമായി നമുക്ക് ആ കുട്ടിയുടെ അഭിരുചി അറിയാൻ പറ്റും, അല്ലെങ്കിൽ താല്പര്യം അറിയാൻ പറ്റും. അതാണ്. അങ്ങനെ ഒരു 90% ആൾക്കാരെയും അധ്യാപകരും അതുപോലെ മാതാപിതാക്കളും വിദ്യാർത്ഥിയും കൂടെ വിചാരിച്ചാൽ അവന്റെ അഭിരുചിയും താല്പര്യവും ഒക്കെ കണ്ടെത്താൻ പറ്റും. ബാക്കി ഒരു 10% മാത്രമേ നമ്മളൊരു വിദഗ്ധന്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ വിദഗ്ധന്റെ അടുത്തേക്ക് പോകാന്ന് പറയുമ്പോൾ, ഈ വിദഗ്ധർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ വിദ്യാർത്ഥിയുടെ ഈ വൈജ്ഞാനികമായ കഴിവ്, അതുപോലെ തന്നെ അവന്റെ വ്യക്തിത്വം, പെരുമാറ്റം, ഇതെല്ലാം അവരൊരു ലഘുവായ ഒരു ടെസ്റ്റ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ നടത്തിയിട്ട് അതിന്റെ ഒരു റിസൾട്ട് എടുക്കും. ഈ റിസൾട്ട് എടുത്തിട്ട് മറ്റൊരു വിദഗ്ധൻ അല്ലെങ്കിൽ അയാൾ തന്നെ വ്യാഖ്യാനിക്കും, ഇന്റർപ്രറ്റ് ചെയ്ത് തരും. ഇന്റർപ്രറ്റ് ചെയ്ത് തരിക എന്ന് പറയുമ്പോൾ, ആ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥിയോട് പറയും നീ ഡോക്ടർ ആകാം, അല്ലെങ്കിൽ നീ എഞ്ചിനീയർ ആകാമെന്നല്ല പറയണത്. അങ്ങനെ ഒരു മേഖലയാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അതായത് ഒരു ഡോക്ടർ ആണെന്നോ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണമെന്നോ കൃത്യമായ ഒരു കോഴ്സിനെ കുറിച്ചോ കരിയർ പറയൂല. ആ മേഖലയിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, മറ്റ് ഘടകങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് വേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കുക. അങ്ങനെയാണ്. അതിന് ഞാൻ ഇത് പറയേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനാണ് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന സംഗതി ഒരു ഉദാഹരണമാണ്. സൈക്കോമെട്രിക്, അതിനെക്കുറിച്ച് അതായത് അത് നല്ലതാണെന്നും ചീത്തയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും അത് വളരെ കേവലം 10% ആൾക്കാർക്ക് വേണ്ടി മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഞാനിത് പറഞ്ഞതിനകത്ത് ഈ അധ്യാപകർക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞതിനകത്ത് ഒരു വലിയൊരു കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ, ഒരു വിദ്യാർത്ഥിയെ അദ്ദേഹം വളരെ നേരത്തെ തന്നെ അവൻ എന്തെങ്കിലും കഴിവുകേടുകൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്നത് അധ്യാപകർക്ക്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചില കുട്ടിക്ക് മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ മാർക്ക് കിട്ടാത്തതിന് കാരണം തേടി ചെല്ലുമ്പോഴാണ് അറിയുന്നത് ആ കുട്ടിക്ക് ആ ബ്ലാക്ക് ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല, കാഴ്ച കുറവുള്ള ആളാണ്. ഇത് കൃത്യമായി തിരിച്ചറിയുന്നത് ഒരു അധ്യാപികയോ ഒരു അധ്യാപകനോ ആയിരിക്കും. അവർ ആ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അവരെ മാതാപിതാക്കളെ അറിയിച്ചു, കുട്ടിക്ക് ഒരു കണ്ണാടി വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാനാവും. അതുപോലെ തന്നെ നമുക്കറിയാം, പല നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരിക്കും, വർക്ക് ചെയ്യുന്ന കുട്ടിയായിരിക്കും, പക്ഷെ പരീക്ഷാ പേപ്പറിൽ ഉത്തരങ്ങൾ കൃത്യമായി അവന് എഴുതാൻ പറ്റുന്നില്ല, ഓർമ്മ കിട്ടുന്നില്ല. ചില കുട്ടികൾക്ക് ഒരു 5 മിനിറ്റ് കൂടുതൽ ഒരു ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതിനെല്ലാം ഇന്ന് ശാസ്ത്രീയമായ പരിഹാരമുണ്ട്. അത്തരത്തിലുള്ള ശാസ്ത്രീയമായ പരിഹാരം എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാവും. കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് പറയാം എന്താണെന്നുള്ളത്. അതിനെല്ലാം നമ്മളിപ്പോൾ മെഡിസിൻ കഴിക്കണമെന്നൊന്നും ആവശ്യമില്ല. ചില എക്സസൈസ് കൊണ്ട് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളത് ഈ പറയുന്ന പോലെ. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ അധ്യാപകനെ അല്ലെ അധ്യാപികയെ കാണണമെന്ന് പറയുന്ന കാരണം അതാണ്. പരീക്ഷാ പേപ്പറിൽ ചില ആൾക്കാർ, പ്രത്യേകിച്ചും കണക്ക് പോലുള്ള വിഷയങ്ങളിൽ ഉത്തരം എഴുതി വരുമ്പോൾ, അതിന്റെ സ്റ്റെപ്സ് ഒക്കെ എഴുതി വരുമ്പോൾ പ്ലസ് ഇടേണ്ടടുത്ത് മൈനസ് ഇടുന്ന ചില കുട്ടികളുണ്ട്. കേവലമായ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന, പക്ഷെ അതുകൊണ്ട് അവന് ഉത്തരം കിട്ടാതെ വരികയും മാർക്ക് കുറഞ്ഞു പോവുകയും ചെയ്യും. അതിനൊരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ അവൻ മിടുക്കനാകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മണ്ടൻ എന്ന് പറയുന്ന ഒരാളില്ല എന്ന് പറയുന്നില്ലേ. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു കുട്ടിയെ അത് മാർക്ക് കിട്ടാതെ വരികയും അവനെ മണ്ടനെന്ന് വിളിക്കുന്നത്. പക്ഷെ അത് അവന്റെ കുഴപ്പമല്ല. അത് കണ്ടെത്തി നമ്മൾ നേരത്തെ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജീവിത വിജയത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാനാവും. ഇതാണ് കരിയർ പ്ലാനിങ്ങിനകത്ത് ആദ്യത്തെ കാര്യം. രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ ഒരു കരിയർ കണ്ടെത്തി കഴിഞ്ഞാൽ, ഒരു കരിയർ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നേഴ്സ് ആകണം എന്നൊരു കരിയറാണ് നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിന് ശേഷം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉള്ള ഒരു കോമ്പിനേഷനാണ്. അതായത് നമുക്ക് 10ാം ക്ലാസ് വരെയുള്ളൂ ഈ എല്ലാ വിഷയങ്ങളും പഠിക്കേണ്ടി വരുന്നുള്ളൂ. 10ാം ക്ലാസ്സിന് ശേഷം നമ്മൾ ചില വിഷയങ്ങൾ മാത്രമുള്ള കോമ്പിനേഷൻസ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ +1 +2 ചെല്ലുമ്പോൾ അങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നേഴ്സ്
ആകണമെന്നുള്ള ഒരു കരിയർ തിരഞ്ഞെടുത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടി 10ാം ക്ലാസ്സിന് ശേഷം ചേരേണ്ടത് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് തന്നെ എടുത്തിരിക്കണം. ഞാനിത് പറയേണ്ടി വരുന്നത് കേരളത്തിന് വെളിയുള്ള പല സ്ഥലങ്ങളിലും ഇതില്ലെങ്കിൽ പോലും ഈ നേഴ്സിംഗിന് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അഡ്മിഷൻ കൊടുക്കുകയും ഈ അഡ്മിഷൻ നേടിക്കഴിഞ്ഞ് കോഴ്സിന് ചേർന്ന് അല്ലെങ്കിൽ കോഴ്സ് പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് ആൾക്കാർ അറിയുന്നത് ഇപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടൂല. കാരണം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളിലൊന്നും ഇതിന് അത് കിട്ടൂല. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലയിലുള്ള ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പം അവിടെ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞത് നേഴ്സ് ആകണമെന്നാണ്. അപ്പോഴാണ് അറിയുന്നത് ഈ ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബയോളജി ഒരു വിഷയമല്ല. പക്ഷെ അവർ അറിയില്ല, അതറിയാതെയാണ് എടുത്തേക്കണത് ഈ പറയുന്നത്. അപ്പോൾ അതിലൊരു കുട്ടിയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ മുൻഗാമി ഇപ്പം കേരളത്തിന് വെളിയിലൊരു സംസ്ഥാനത്ത് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാറേ എന്ന് പറഞ്ഞു. അത്തരത്തിൽ നേഴ്സിംഗ് കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടൂല. ഇവിടെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിൽ വന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതാണ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സബ്ജക്ട് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളിലൊന്നാണത്. അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥിക്ക് ചില വിഷയങ്ങളോടുള്ള പേടി, താല്പര്യമില്ലായ്മ, പരീക്ഷയ്ക്ക് മാർക്ക് കുറവ്, ഉത്കണ്ഠ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പല വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ശാസ്ത്രീയമായി ഇന്ന് പരിഹാരമുണ്ട്. ഈ കൃത്യമായി അതിന്റെ കാരണം കണ്ടെത്തി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പരിഹാരം കണ്ടെത്തുവാണെങ്കിൽ ഈ പരീക്ഷയ്ക്ക് മാർക്ക് ഇല്ല എന്നുള്ള ഒരു പരാതി പരിഹരിക്കാനും ഉയർന്ന മാർക്ക് നേടാനും ആവും. നല്ലൊരു കരിയറിൽ എത്താനും അദ്ദേഹത്തിനാവും. അങ്ങനെ നേഴ്സ് ആകണമെന്ന ആഗ്രഹമുള്ള ഒരു കുട്ടി +2 അല്ലെങ്കിൽ +1 ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഉള്ള ഒരു കോമ്പിനേഷനിൽ ചേർന്ന് പഠിക്കുകയും ഈ പഠിക്കുന്നതിനൊപ്പം തന്നെ +2 ശേഷം നല്ല ഒരു നേഴ്സിംഗ് കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ ഇപ്പം നീറ്റ് പോലുള്ള പ്രവേശന പരീക്ഷകൾ വെച്ചിട്ടാണ് ഇന്ത്യയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നത്. അത് BSc നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് +1 ചേരുമ്പോൾ തന്നെ ഈ വിദ്യാർത്ഥി ആരംഭിക്കണം. അങ്ങനെ +1 പഠനത്തോടൊപ്പം തന്നെ ഈ നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാനുള്ള പ്രവേശന പരീക്ഷ, നീറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തി +2 പരീക്ഷ പാസ്സായി ഈ മത്സര പരീക്ഷ അല്ലെങ്കിൽ പ്രവേശന പരീക്ഷയും പാസ്സായി നേഴ്സിംഗിന് അഡ്മിഷൻ വാങ്ങി നേഴ്സിംഗ് കൃത്യമായ രീതിയിൽ നേഴ്സിംഗ് പൂർത്തീകരിച്ച് താൻ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജോലിയിലേക്ക് എത്തുക. ഇതാണ് ശരിയായ ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമ്മൾ നേഴ്സിംഗിന് ചേരാൻ വേണ്ടിയിട്ട് 10ാം ക്ലാസ്സിന് ശേഷം ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും ഉള്ള ഒരു +1 കോമ്പിനേഷന് ചേർന്നു എന്ന് മാത്രം ആയില്ല. അതിനുശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കുള്ള ഒരു തയ്യാറെടുപ്പ് ഇവിടുന്നേ ആരംഭിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലാണ് ഏത് കരിയർ ലക്ഷ്യം വെച്ചാലും അതിലേക്കുള്ള ഒരു പ്ലാനിങ് നടത്തേണ്ടത്. നമ്മൾ ഇപ്രകാരം ഒരു ആക്ഷൻ പ്ലാനിൽ ഒരു കരിയറിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന കോഴ്സിന് ചേരുമ്പോൾ ആ കോഴ്സിന് ചേരുന്നതിനുള്ള എല്ലാ പ്രൊസീജിയറും അല്ലെങ്കിൽ നടപടിക്രമവും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്ക് ചേരാൻ പോകുന്ന കുട്ടികൾ നീറ്റ് പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് നിശ്ചയിച്ച് അവർക്ക് ആ കോഴ്സിന് അഡ്മിഷൻ കൊടുക്കുന്നത്. പക്ഷെ കേരളത്തിൽ അങ്ങനെയുള്ള കുട്ടികൾ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല അപേക്ഷ സമർപ്പിച്ച് നീറ്റ് പരീക്ഷ മാത്രമല്ല എഴുതേണ്ടത്. അവർ കേരളത്തിലെ കീമിനകത്തും അപേക്ഷ കൊടുത്ത് നീറ്റ് പരീക്ഷ എഴുതി നീറ്റിന്റെ മാർക്ക് കീമിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഇതറിയാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ, അതായത് ആർക്കും അറിയാത്ത കാര്യം, കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മക്കൾക്ക് ഇവിടെ ഉന്നത പഠനത്തിന് റിസർവേഷൻ ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ JEE പരീക്ഷ എഴുതി NIT പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് BTechന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ് കൺട്രീസ് അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക റിസർവേഷൻ സംവിധാനം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ വർഷം മുതൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രവേശനത്തിലും ഇത്തരത്തിൽ ഗൾഫ് കൺട്രികളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായ ആൾക്കാരുടെ മക്കൾക്കൂടെ ആ സേവനം ലഭ്യമാകുന്നുണ്ട്. അത് നമ്മൾ അറിയേണ്ടതാണ്. ശരിയാണ്. അപ്പോൾ ഇത്തരം നമുക്കറിയാത്ത ഒരുപാട് നടപടിക്രമങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ ഉണ്ട്, ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പ്രവേശനം നേടുമ്പോഴും പ്രൊഫഷണൽ കോഴ്സുകൾ മാത്രമല്ല മറ്റു കോഴ്സുകൾക്കും ഉണ്ട്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷത്തിന്റെ കോളേജുകളുണ്ട്. ഈ ന്യൂനപക്ഷത്തിന്റെ കോളേജുകളിൽ നമുക്ക് അതിന്റെ ആ ഒരു കോട്ടയിൽ നമുക്ക് സീറ്റ് നേടാം. സീറ്റ് നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ തന്നെ നമ്മൾ അത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി അല്ലെങ്കിൽ നമ്മുടെ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങി അപ്ലോഡ് ചെയ്ത് ആ ജാതിയുടെ ആനുകൂല്യം വെച്ച് തന്നെ പ്രവേശനത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കണം. അതായത് നമ്മളൊരു പ്രവേശന പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഉന്നത പഠനത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മളുടെ ഈ റിസർവേഷന്റെ ആനുകൂല്യം കിട്ടണമെങ്കിൽ ഈ പ്രവേശനത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ജാതിയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൃത്യമായി വാങ്ങി അപ്ലോഡ് ചെയ്തിരിക്കണം. ഇത് ഇനി ഞാൻ മറ്റൊരു
മറ്റൊരു സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം PGക്ക് ശേഷം എഴുതേണ്ട പരീക്ഷയാണ് UGC നെറ്റ്. ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് ഉള്ളവർക്ക് കോളേജ് അധ്യാപികയാകാനുള്ള പ്രവേശനത്തിന് വേണ്ട യോഗ്യത അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനുള്ള സാമ്പത്തിക ആനുകൂല്യം കിട്ടാൻ, ഫെലോഷിപ്പ് കിട്ടാനുള്ള യോഗ്യതയാണ്. ഈ UGC നെറ്റിന്റെ എല്ലാം റിസൾട്ട് കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കുന്നത് ഇത്തരത്തിൽ ഓപ്പൺ ഒരു കട്ട് ഓഫ് മാർക്ക്, റിസർവേഷൻ ഉള്ള കാറ്റഗറിക്ക് വേറെ, അതായത് OBC നോൺ ക്രീമി ലെയർ ആണെങ്കിൽ ഒരു കാറ്റഗറി, EWS ഒരു കോട്ട, അവർക്ക് കട്ട് ഓഫ് മാർക്ക് പ്രത്യേകമാണ്. അപ്പൊ ഈ കുട്ടിക്ക് ആ ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു രീതിയിൽ അപേക്ഷ കൊടുക്കണം. അപ്പൊ അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് വേണം നമ്മളത് കൊടുക്കാനായിട്ട്. അത് തന്നെയാണ് ഈ പ്രവേശന പരീക്ഷയ്ക്കുള്ള കാര്യം. അപ്പോൾ ഒരു കരിയർ പ്ലാനിങ്ങിനകത്ത് എന്തെല്ലാം സംഗതികൾ വരുന്നു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഇത്തരത്തിലുള്ള സഹായങ്ങൾ, അതൊരു സേവനങ്ങൾ സൗജന്യമായി നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ BTech കോഴ്സ്, ഈ BTech കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിനാ BTechന് ചേരാൻ താല്പര്യം എന്ന് കുട്ടിയോട് ചോദിച്ചാൽ കുട്ടി പറയും എനിക്ക് കമ്പ്യൂട്ടറിന് ചേരാനാണ് താല്പര്യം എന്ന് പറയും. ഈ ഒറ്റ വാക്കാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കഴിഞ്ഞ വർഷത്തെ കേരള എൻട്രൻസിന് 53 BTech കോഴ്സുകൾ ഉണ്ടായിരുന്നു. ഈ 53 കോഴ്സുകളിലും 22 എണ്ണവും കമ്പ്യൂട്ടറും അതിന്റെ അനുബന്ധ കോഴ്സുകളുമായിരുന്നു. അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും അതിനകത്ത് BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു കോഴ്സായിട്ട് എടുക്കുകയും അതാണ് ഏറ്റവും കൂടുതൽ താല്പര്യം എടുക്കുന്ന കോഴ്സ്. അതായത് നമ്മൾ കൂടുതൽ ഉയർന്ന റാങ്ക് കിട്ടുന്ന കുട്ടികൾ സെലക്ട് ചെയ്യുന്ന കോഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് താഴത്തേക്ക് വന്ന ബാക്കിയുള്ള കോഴ്സുകളെല്ലാം വരുന്നത്. അപ്പോൾ അത് തിരഞ്ഞെടുക്കുക ഒരു പ്രത്യേകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇതും കമ്പ്യൂട്ടറിനകത്ത് വരുന്ന ഒരു കോഴ്സാണ്. പക്ഷെ BTech ലെവലിൽ അങ്ങനെയുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണമെങ്കിൽ ആ എടുക്കുന്ന വിദ്യാർത്ഥി ബൗദ്ധികമായി അത്ര ഉയർന്ന തലത്തിലുള്ള ഒരാളായിരിക്കണം. ചിലർക്ക് ഈ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലായിരിക്കും താല്പര്യം, അവര് പ്രോഗ്രാമിംഗിൽ ഒരു കാര്യമില്ല. അത് ഞാൻ പറഞ്ഞ 53 എണ്ണത്തിനകത്ത് 22 എണ്ണവും കമ്പ്യൂട്ടർ കോഴ്സുകളാണ്. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ആവറേജ് ആയിട്ടുള്ള കുട്ടി തീർച്ചയായും ഇപ്പൊ റോബോട്ടിക്സ് BTech കോഴ്സാണ്, അതൊക്കെ സെലക്ട് ചെയ്ത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് പഠിക്കാൻ പോകുന്നതിനേക്കാളും നല്ലത് അദ്ദേഹം ഈ BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പൂർത്തീകരിച്ചതിന് ശേഷം അതിനുശേഷം ഒരു ഷോർട്ട് ടൈം കോഴ്സായിട്ട് പഠിക്കാവുന്നേ ഉള്ളത്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പഠിക്കുന്ന കോഴ്സും PG ലെവലിൽ പഠിക്കുന്ന കോഴ്സും അതുപോലെ തന്നെയാണ് നമ്മുടെ പഠന മേഖലയിൽ എയ്ഡഡ് കോഴ്സുകളുമുണ്ട്, സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളുമുണ്ട്. അപ്പോൾ ഈ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് ഒരു കുട്ടി തിരഞ്ഞെടുക്കണമോ എന്ന് ഉള്ളത് ആ കുട്ടിയുടെ സാമ്പത്തിക സ്ഥിതിയും കൂടെ പരിശോധിച്ചിട്ട് അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് നൽകാനാകും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ചേരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുമ്പോൾ ഒന്നാമത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്, ഞാൻ ചോദിച്ചാൽ ലൈബ്രറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ നമുക്ക് അറിയേണ്ടത് അവിടുത്തെ പഠന നിലവാരം, അതായത് ആ മുൻ വർഷങ്ങളിലൊക്കെ കുട്ടികളുടെ വിജയ ശതമാനം, അവർക്ക് കിട്ടിയ മാർക്ക്, അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. മൂന്നാമതായി ഇപ്പം നമ്മൾ ഉന്നത പഠന മേഖലയിലാണ് ചേരുന്നതെന്നുണ്ടെങ്കിൽ അവിടുന്ന് കൊടുക്കുന്ന പ്ലേസ്മെന്റ്, പ്രത്യേകിച്ചും ക്യാമ്പസ് പ്ലേസ്മെന്റ്, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിനിപ്പോൾ കേന്ദ്ര സർക്കാർ NIRF റാങ്കിങ് എന്ന് പറയുന്ന രീതിയിൽ ഒരു റാങ്കിങ് തയ്യാറാക്കി അതിട്ടിട്ട് അതിന്റെ റാങ്ക് കൊടുത്തിട്ടുണ്ട് ഓരോ സ്ഥാപനങ്ങൾക്കും. എങ്കിലും നമ്മളൊരു കോളേജ് ഏറ്റവും ഉയർന്ന റാങ്കുള്ള കോളേജ് തന്നെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. പോകുമ്പോൾ നമ്മളിതെല്ലാം, അതായത് വളരെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ അവിടുത്തെ പഠന നിലവാരവും അതുപോലെ തന്നെ ഈ പ്ലേസ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതുപോലെ ഇപ്പോൾ സാർ ജോലി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ പോലെ നമ്മുടെ നാട്ടിലെ വേറെ സ്ഥാപനങ്ങളുണ്ടോ? ഒന്ന്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എല്ലാ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും ഒക്കേഷണൽ ഗൈഡൻസ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരു എംപ്ലോയ്മെന്റ് ഓഫീസർ ഒക്കേഷണൽ ഗൈഡൻസ് ഉണ്ട്. ഇതേ സേവനങ്ങൾ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ പരിമിതികളുണ്ട്. കാരണം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ മറ്റ് സേവനങ്ങൾക്കൊപ്പമാണ് നൽകുന്നത്. അതേസമയം എംപ്ലോയ്മെന്റ് ബ്യൂറോകളിൽ, ഇപ്പം ഞാൻ ഈ പറയുന്ന കേരളത്തിലെ 7 യൂണിവേഴ്സിറ്റി ബ്യൂറോകളിലും അവർ ഈ സേവനങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ കുറച്ചുകൂടെ വൈവിധ്യമാർന്ന രീതിയിലുള്ള സേവനം നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകും. അതാണ് അതിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന നാഷണൽ കരിയർ സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന മോഡൽ കരിയർ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. മോഡൽ കരിയർ സെന്ററിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗദായകനെയും ഉദ്യോഗാർത്ഥികളെയും പരസ്പരം ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ജോലി തരാൻ ഉദ്ദേശിക്കുന്നവരെ, കമ്പനികളെയും അതുപോലെ പഠിച്ചിറങ്ങിയവരെയും എല്ലാം ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് അവര് നമുക്ക് തൊഴിൽ മേളകൾ നടത്തുന്നു. അതുപോലെ തന്നെ നാഷണൽ കരിയർ സർവീസ്
സർവീസിൻ്റെ പോർട്ടലിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള മോഡൽ കരിയർ സെൻ്ററുകളിൽ നടക്കുന്ന ജോബ് ഫെയറുകളിൽ ഇവർക്ക് ഓൺലൈനായി നേരിട്ടും പങ്കെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്കിൽ നമുക്ക് വർദ്ധിപ്പിക്കാനുള്ള പരിശീലനങ്ങളും അതിനകത്ത് സൗജന്യമായി ലഭിക്കും. ഇങ്ങനെയുള്ള സേവനങ്ങളെല്ലാം നൽകുന്നുണ്ട്. ഇതും ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ ഈ മോഡൽ കരിയർ സെൻ്ററും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സേവനങ്ങളും സൗജന്യമായി, ഇതെല്ലാം സൗജന്യമാണ്, നമുക്ക് നേടാവുന്നതാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ നാഷണൽ കരിയർ സർവീസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ തന്നെ ജോബ് ഫെയറുകൾ പങ്കെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയെ സമീപിക്കാനാവുക? അതായത് നേരിട്ട് വന്നോ ഫോണിലൂടെയോ? നേരത്തെ നമ്മൾ നമ്പർ പറഞ്ഞിരുന്നു, പക്ഷെ നമുക്ക് ഒരിക്കൽ കൂടി പറയാമെന്ന് തോന്നുന്നു. എറണാകുളത്ത് കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിനുള്ളിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ 1ാമത്തെ നിലയിലാണ് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോയും മോഡൽ കരിയർ സെന്ററും പ്രവർത്തിക്കുന്നത്. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഈ സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. വിളിച്ചിട്ട് വരാനാണെങ്കിൽ എറണാകുളത്തിന്റെ കോഡായ 0484 ചേർത്തിട്ട് 2576 എന്ന നമ്പറിൽ വിളിച്ചിട്ട് വേണം വരുവാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം കരിയറുമായി ബന്ധപ്പെട്ട ഏതൊരു മാർഗനിർദ്ദേശത്തിനും ക്യുസാറ്റ് എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 0484 2576 756 0484 2576 756. അതുപോലെ ഈ സേവനങ്ങൾ തികച്ചും സൗജന്യമാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കോ ഒന്നും ഈ സേവനം തേടാൻ തടസ്സമല്ല. അതുകൊണ്ട് നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0484 2576 756. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൗജന്യമായി കരിയർ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ക്യുസാറ്റ് എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി ചീഫ് കൃഷ്ണകുമാർ എസുമായുള്ള അഭിമുഖത്തിന്റെ 2ാം ഭാഗം. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ. യുവവാണി സമാപിക്കുന്നു.